Hello friends, today we are going to discuss again ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ ടോപ്പിക് എക്സ്ട്രാ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ ഡിസ്കസ് ചെയ്തത് റിസൾട്ടന്റ് ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. ഇത് വളരെ ഈ എക്സ്പ്രഷൻ നമ്മൾ ഈ പഠിക്കുന്ന എക്സ്പ്രഷൻ ചെറിയൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന ആ ഒരു കാര്യം നമ്മൾ ഇവിടെ മാത്രമല്ല, നമ്മൾ ഇനി ഹയർ സബ്ജക്ട്സ്, അതായത് ഹയർ സെമസ്റ്റേഴ്സിൽ പോകുമ്പോൾ അവിടെയും പല സബ്ജക്ട്സിനും നമ്മൾ ഇതേ റിലേഷൻ നമ്മൾ യൂസ് ചെയ്യും. സോ വി ആർ ഗോയിങ് ടു സ്റ്റേറ്റ് condition for equilibrium of coplanar concurrent force systems. ഞാൻ വെറുപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതിനു മുന്നേ അപ്പം കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം അല്ലെ ഇത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. നമ്മൾ റിസൾട്ടിന്റെ ഒക്കെ പോവുകയാണ്. അതിനു മുമ്പ് എന്താണ് കോപ്ലാനാർ ഫോഴ്സ് എന്നൊക്കെ ഡിസ്കസ് ചെയ്താൽ. പക്ഷെ എന്താണ് ഇക്വിലിബ്രിയം? നിങ്ങൾ ഐ ഹോപ്പ് യു ഹാവ് ഹേർഡ് ദ നെയിം ഇക്വിലിബ്രിയം ഇൻ തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് ടി ഡിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. തെർമോഡൈനാമിക്സിൽ നിങ്ങൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ടേം എന്താണെന്ന് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പറഞ്ഞാൽ നിങ്ങളുടെ +1 ഫിസിക്സിൽ. എന്നാൽ ഇവിടെയും നമുക്കൊരു ഇക്വിലിബ്രിയം ഉണ്ട്. അതായത് ഫോർ എ ബോഡി to be at rest, okay, ആ കണ്ടീഷൻ, അതായത് ബോഡി റെസ്റ്റ് ഇരിക്കുന്ന കണ്ടീഷനെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയാറുണ്ട്. ഓക്കെ, ഫോർ എ ബോഡി ടു ബി അറ്റ് റെസ്റ്റ് we say that condition as the condition of equilibrium for that body. അല്ലെങ്കിൽ if the body, for the body to be at a state of uniform motion. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിഫോം വെലോസിറ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിത്തൗട്ട് എനി ആക്സിലറേഷൻ, ഡീസിലറേഷൻ, അതുപോലെ റെസ്റ്റിലൊന്നും വരുന്നില്ല, അങ്ങനെ ഒരു ഇന്ററപ്ഷൻസും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ബോഡിയെയും നമ്മൾ ഇക്വിലിബ്രിയത്തിൽ ആണെന്ന് പറയാറുണ്ട്. ഓക്കെ, നമ്മൾ രണ്ടും പറയാറുണ്ട്, ഇക്വിലിബ്രിയം, യൂണിഫോം മോഷൻ അല്ലെങ്കിൽ റെസ്റ്റ്. എന്നാൽ നമ്മൾ ഇവിടെ റെസ്റ്റ് എന്നുള്ള കണ്ടീഷൻ മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ, റെസ്റ്റ് എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളോട് നിങ്ങൾ ഉത്തരം പറയാം. സപ്പോസ് I am given with an arbitrary body. Okay, given with an arbitrary body A. And okay, and a force F A is acting on the body, and a force Fa is acting on the body. Suppose ഈ A എന്ന് പറയുന്ന ബോഡി ആദ്യത്തെ ഇൻസ്റ്റന്റിൽ റെസ്റ്റിലായിരുന്നു. ഓക്കെ, at t is equal to 0. Okay,
ടി ഈസ് ഈക്വൽ ടു 0, അതായത് ഇനിഷ്യൽ സ്റ്റേറ്റിൽ അത് റെസ്റ്റിലായിരിക്കുന്നു. ഞാൻ ഈ ടി ഈസ് ഈക്വൽ ടു 0 എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കണ്ടീഷൻ, അതായത് തുടക്കത്തിൽ ആ ബോഡി റെസ്റ്റിലായിരിക്കും. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ after t is equal to some t, time is equal to some t, അതായത് കുറച്ച് t seconds കഴിഞ്ഞതിന് ശേഷം the body A is acted upon by the force Fa. Okay. Acted upon by a force Fa. Okay. Is acted upon by a force Fa. Okay. Now, Fa force ഈ റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു സർഫസ് ഞാൻ കാണിച്ചിരിക്കാം. ഇങ്ങനെ ഒരു സർഫസിന്റെ മുകളിലാണ് ഈ ബോഡി ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എ റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ ഒരു ഫോഴ്സ് Fa ഇതിന്റെ പുറത്ത് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ ബോഡി മൂവ് ചെയ്യും, അല്ലെ? ഈ ബോഡിയെ മൂവ് ചെയ്യാൻ സാധിക്കുന്ന ഫോഴ്സ് അതിൽ ആക്ട് ചെയ്ത് അത് മൂവ് ചെയ്യും. ഓക്കെ, കാരണം പല കാര്യങ്ങളും കാണുമല്ലോ, ഈ ബോഡിയുടെ മാസ്, അതുപോലെ ഈ ബോഡിയും സർഫസും ഉണ്ടാവുന്ന ഫ്രിക്ഷൻ, അങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്തായാലും ഞാൻ പാരാമീറ്റേഴ്സിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഈ ബോഡിയെ നീക്കാൻ കഴിയുന്ന ഒരു ഫോഴ്സാണ് Fa എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഈ Fa എന്ന് പറഞ്ഞ ഫോഴ്സ് കൊണ്ട് ആ ബോഡി മൂവ് ചെയ്യണമെങ്കിൽ ആ ബോഡിയുടെ മാസിനെ താങ്ങാൻ ഈ ഫോഴ്സിന് സാധിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇതിന് ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരണം. എന്ത് നമുക്ക് ചെയ്യും? അതാണ് എന്റെ ചോദ്യം. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, we need to bring it into equilibrium. ഈ ബോഡി എന്തായാലും മൂവ് ചെയ്യും. Fa എന്ന് പറഞ്ഞ ഫോഴ്സ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എന്തായാലും ഈ ബോഡി മൂവ് ചെയ്യും. So we need to bring that body to equilibrium. What can we do? Okay. We need to bring that body to equilibrium. That's my question. We need to bring that body to equilibrium. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയട്ടെ, അത് ഞാനൊരു എക്സ്പ്ലനേഷൻ തരട്ടെ. ഞാൻ ഇനി ഒരുപാട് കാട് കയറി പോകുന്നില്ല. ഫോർ ദാറ്റ് വാട്ട് വി ക്യാൻ ഡു ഇസ്, നോക്കൂ, ഇതാണ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ബോഡി എങ്കിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് Fa. ഈ ബോഡിയെ നമ്മൾ അതേപോലെ നിർത്താനായിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് Fb എന്ന് പറഞ്ഞൊരു ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുത്താൽ പോരെ, സച്ച് ദാറ്റ് Fa മാഗ്നിറ്റ്യൂഡ്, അതായത് Faയുടെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും കാണും ഡയറക്ഷൻ കാണും. Faയുടെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു Fb ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ, മൈനസ് സൈനും കൂടെ കൊടുക്കും. ഓക്കെ, Fa is equal, magnitude of Fa should be equal to magnitude of Fb, and they are equal and opposite. They must be equal in magnitude and opposite in direction. അതുപോലെ മറ്റൊരു കണ്ടീഷൻ കൂടെ പറയാനുണ്ട്. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, opposite in direction, and must lie on the same line of force. രണ്ടും ഒരേ ലൈനിൽ ലൈ ചെയ്യണം. ഒരേ ലൈനിൽ ലൈ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അവിടെ കപ്പിൾ ആവും. അതായത് നമ്മൾ കപ്പിൾ എന്താണെന്നൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. കപ്പിൾ കാരണം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഉണ്ടാവും. മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങും. നിങ്ങളെ ക്യാപ്പൊക്കെ തുറക്കുന്ന പോലെ, നിങ്ങളുടെ ബോട്ടിലെ ക്യാപ്പൊക്കെ തുറക്കുന്നത് പോലെ നമ്മൾ രണ്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് തുറക്കുന്നത്. അതായത് ഒരു ഫിംഗർ വിൽ ബി ടേണിംഗ് ടു വൺ സൈഡ് ആൻഡ് ദി അതർ ഫിംഗർ വിൽ ബി ടേണിംഗ് ടു അതർ സൈഡ്. അപ്പൊ രണ്ട് ഈക്വൽ ഫോഴ്സസ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ബട്ട് ടു ലൈൻസ് ഓഫ് ഫോഴ്സസ്. അതായത് രണ്ട് ലൈനിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ട് ലൈനിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ ബോഡി റൊട്ടേറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. എന്താണ് കപ്പിൾ എന്നുള്ളതൊക്കെ ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം. അതായത് ഇങ്ങനെയുള്ള ഒരു കേസ് സ്റ്റേറ്റ്, അതായത്
ഈ ബോഡി ഇവിടെ ഇരിക്കും. ഓക്കെ, രണ്ടും ഈക്വൽ ആണ്, രണ്ട് ഫോഴ്സും ഈക്വൽ ആണ്. ഇത് എഫ് എ, ഇത് എഫ് ബി. ഓക്കെ, ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്, ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ എഫ് എ ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി. രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻസ് ഡിഫറെന്റ് ആണ്, പക്ഷേ ദേ ആർ നോട്ട് ഓൺ ദ സെയിം ലൈൻ ഓഫ് ഫോഴ്സ്. രണ്ടും സെയിം ലൈൻ ഓഫ് ഫോഴ്സ് അല്ല. അപ്പൊ അത് കാരണം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിംഗ് ദ ടെൻഡൻസി ടു റൊട്ടേറ്റ്. അതും ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ല, അതൊരു ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ല. മനസ്സിലായില്ലേ? ഞാൻ അങ്ങോട്ട് വരുന്നു. ഓക്കെ, സോ ഇതാണ്, മനസ്സിലായല്ലോ. അപ്പം എഫ് എ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ എഫ് എ എന്ന് പറഞ്ഞ ഫോഴ്സ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അതേ ലൈൻ ഓഫ് ആക്ഷന് നമ്മൾ കൊടുത്തേ പറ്റും. ഓക്കെ, സോ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് സംസാരിക്കുമ്പോൾ സോ എ ബോഡി, ആ ബോഡിയിൽ ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. F1, F2, F3, F4 അങ്ങനെ ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. F1, F2, F3 അങ്ങനെ ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ സെൻട്രലോട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കാം. F1, F2, F3. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഓക്കെ, ലെറ്റ് മീ എന്താ പറയാ, ഞാനൊന്ന് ഇക്വാലന്റ് ഡയഗ്രാം ഞാൻ വരയ്ക്കുകയാണ്. ഒരു ഇക്വാലന്റ് ഡയഗ്രാം വരയ്ക്കുകയാണ്. That is the resultant of F1, F2, F3. Okay, F1, F2, F3 യുടെ റിസൾട്ടന്റ്. ഈ F1, F2, F3 യുടെ എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു റിസൾട്ടന്റ് വരയ്ക്കുകയാണ്. Let this be resultant. Let this force member be resultant. Okay, അപ്പം ഈ റിസൾട്ടന്റ് കാരണം എന്ത് സംഭവിക്കും? ഈ ബോഡി മൂവ് ചെയ്ത് തുടങ്ങും. അപ്പൊ ഈ റിസൾട്ടിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി we will be acting, we will be എന്താ പറയാ, we will be giving or we will be imparting another force. Okay, let me call it as F dash. ഞാൻ ആ ഫോഴ്സിനെ എഫ് ഡാഷ് എന്ന് വിളിക്കണം. അതായത് റിസൾട്ടന്റ് എന്ന് പറഞ്ഞ ഫോഴ്സ് കാരണം ഈ ബോഡി മൂവ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ട്. അപ്പൊ ആ ഫോഴ്സിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി എഫ് ഡാഷ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ ആർ എന്ന് പറഞ്ഞ റിസൾട്ടന്റ് ആണ്. ഈ എഫ് ഡാഷിന് ഒരു പേരുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയന്റ്. ആ എഫ് ഡാഷ് എന്ന് പറഞ്ഞ ഫോഴ്സിനെ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം. വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെയിം ഒന്നുമല്ല. ഓക്കെ, ഓർ വി ക്യാൻ ഓൾസോ സ്റ്റേറ്റ് ദിസ്. അതായത് നമ്മുടെ റിസൾട്ടന്റ്, ഒരു മിനിറ്റ് ഒന്നുകൂടി ഞാൻ പറയാം. ഈ റിസൾട്ടന്റ് കാരണം ബോഡി മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ബോഡിയെ മൂവ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ എഫ് ഡാഷ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്ത് അതിനെ തള്ളി ശരിയാക്കി വെച്ചു. അതായത് റെസ്റ്റിൽ തന്നെ നിൽക്കാനുള്ള ഒരു സപ്പോർട്ട് കൊടുത്തു. ഓക്കെ, എന്നാൽ ഈ ഇക്വിലിബ്രിയം ഇല്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് സ്റ്റേറ്റ് ചെയ്യാം. അതായത് ബോഡി മൂവ് ചെയ്യാൻ പാടില്ല. ബോഡി മൂവ് ചെയ്യാൻ പാടില്ല. നോക്കൂ, ആർ ഈസ് ഈക്വൽ, നമുക്കറിയാം റിസൾട്ടന്റ് ഈസ് ഈക്വൽ എന്താണെന്ന് അറിയാം, സിഗ്മ എഫ് എച്ച് ദ ഹോൾ സ്ക്വയർ. സിഗ്മ എഫ് എച്ച് എന്ന് എഴുതാം, സിഗ്മ എഫ് എക്സ് എന്ന് എഴുതാം, കുഴപ്പമൊന്നും. സിഗ്മ എഫ് വി ദ ഹോൾ സ്ക്വയർ. ഞാൻ ഈ എക്സ്പ്രഷന് ഞാൻ വേറെ രീതിയിൽ എഴുതുകയാണ്. നോക്കൂ, നമുക്കറിയാം ഇവിടെ റിസൾട്ടന്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, റിസൾട്ടന്റ് ഷുഡ് ബി ഈക്വൽ ടു 0. റിസൾട്ടന്റ് ഷുഡ് ബി ഈക്വൽ, റിസൾട്ടന്റ് നമ്മൾ 0യിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതായത് ഇപ്പം ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്തു, ആ ഫോഴ്സിന്റെ റിസൾട്ടന്റ് ആണ് 6. ഇതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരു ഫോഴ്സും കൂടി ഇവിടുന്ന് കൊടുത്തു. ഓക്കെ, റിസൾട്ടന്റ്, therefore the resultant should be equal to 0. റിസൾട്ട് നമ്മൾ ഈ 0യിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മറ്റൊരു ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തത്. അപ്പൊ റിസൾട്ടന്റ് 0 ആവണമെങ്കിൽ, അതായത് റിസൾട്ടന്റ് 0 ആവണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്, അതായത് റൂട്ട് ഓഫ് സിഗ്മ എഫ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വി ദ ഹോൾ സ്ക്വയറും 0 ആവണ്ടേ? Therefore നമുക്ക് ഇവിടുന്ന് കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം കിട്ടിയിട്ടുണ്ട്. കണ്ടീഷൻസ് ഫോർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ വരയ്ക്കുമ്പോഴാണ് ശരിയാണത്. കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാല്, അപ്പോ
sigma fh is equal to 0, sigma fv is equal to 0. ഇതാണ് രണ്ട് കണ്ടീഷൻസ് ഫോർ ഇക്വിലിബ്രിയം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ഈ അടുത്തൊരു പ്രോബ്ലം ആണ്. നമുക്ക് ആ പ്രോബ്ലം നോക്കാം. നമ്മൾ ആ പ്രോബ്ലത്തിന്റെ ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ചില നമ്മൾ ആ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. നാളെ ഞാൻ അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്തതാണ്. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യുക. കാരണം ഇതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം കൂടെ തന്ന കുറച്ച് സമയം എടുത്തു, അതുകൊണ്ടാണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, നോക്കൂ പ്രോബ്ലം ആണ്. സോ പ്രോബ്ലം ഈസ് a rope of length 9 meters is connected at A and B. A എന്നും B എന്നും ഇത് ഒരു ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ്. എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിനിടയിൽ ഒരു റോപ്പ് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഒരു റോപ്പ് കണക്ട് ചെയ്യുക. ഓക്കെ, and 2 points on the same level are 8 meters apart. രണ്ട് പോയിന്റും തമ്മിൽ 8 meters ഡിസ്റ്റൻസ് ആണുള്ളത്. പക്ഷെ റോപ്പ് എന്ന് പറഞ്ഞാൽ 9 meters ആണ്. ഇത് രണ്ടുമാണ് സപ്പോർട്ട്, രണ്ട് സപ്പോർട്ടാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും, റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സാഗിങ് റോപ്പാണ്, തൂങ്ങി കിടക്കുന്ന റോപ്പാണ്. A load of 300 Newton is suspended at a point C on the rope from 3 meters from A. അതായത് എക്ക് അടുത്തായിട്ട് ഒരു എന്താ പറയാ, ഒരു 300 ന്യൂട്ടൺ ലോഡ് ഇതിന്റെ റോപ്പില് തൂക്കിയിട്ടിട്ടുണ്ട്. വാട്ട് ലോഡ് കണക്റ്റഡ് ടു പോയിന്റ് ഡി ഓൺ ദ റോപ്പ് 2 meters ഫ്രം ബി. ബിയിൽ നിന്ന് ഒരു ലോഡ് തൂക്കിയിട്ടിട്ടുണ്ട് ഫ്രം 2 meters. എന്നാൽ ആ ലോഡ് തൂക്കിയിടുമ്പോൾ ഫ്രം ബി ഈസ് നെസസറി ടു കീപ് പൊസിഷൻ സി ഡി പാരലൽ ടു എ ബി. അത് ഞാൻ പടം വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ പടം, എന്തുകൊണ്ടാണ് ഈ പടം വന്നത് നമുക്ക് സത്യം പറഞ്ഞ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ പടം വരയ്ക്കാനുള്ള ഐഡിയ കിട്ടൂല. ഓക്കെ, ഇവിടെ സപ്പോർട്ടാണെന്ന് വിചാരിക്കുക. ഇതാണ് 3 meters. 3 meters ആണോ? 3 meters. ടോട്ടൽ 9 ആണ്, ലെങ്ത് ടോട്ടൽ 9 ആണ്. ഇവിടെയാണ് 300 ന്യൂട്ടൺ തൂക്കിയിട്ടേക്കുന്നത്. ഈ പോയിന്റ് ആണ് സി, ഈ പോയിന്റ് ആണ് ഡി. ഇവിടെ 2 meters. ഓക്കെ, ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പം ഇത് 3, ഇത് 2, അപ്പൊ എത്രയാണ് ടോട്ടൽ 5. ഇവിടെ 5 വന്നു. ടോട്ടൽ ലെങ്ത് 9 ആണ്. അപ്പം 9 - 5 എന്താണ്? 4 meters ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെയും ലെങ്ത് 4 meters ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എക്സ് ന്യൂട്ടൺ. ഇത് നമുക്ക് എക്സ് ന്യൂട്ടൺ എന്ന് വിളിക്കും. പിന്നെ ഞാൻ ഒരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇതൊരു സ്ട്രിങ് ആണ്, റോപ്പാണ്. റോപ്പ് അല്ല, സ്ട്രിങ്, സോറി റോപ്പാണ്. So rope can be considered as a inextensible massless string. Okay, rope can be considered as inextensible massless string. Okay, you can consider it like that. So അതിനകത്ത് ഞാൻ കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഇതുവരെ പറയാത്തൊരു കൺസെപ്റ്റ് ആണ്. നോക്കൂ, ഇതിന്റെ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഒരു സ്ട്രിങ്, ഈ സ്ട്രിങ്ങിന്റെ അറ്റത്തായിട്ട് ഒരു മാസ് തൂക്കിയിട്ടേക്കാണ്. സോ മാസ് തൂക്കിയിട്ടുമ്പം ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. സെന്റർ ഓഫ് മാസ് ഇതിന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. വെയിറ്റ് W, ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഈ മാസ് കാരണം ഇതിനെ നമ്മളൊരു സപ്പോർട്ടിൽ
ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഇത് കാരണം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ മാസ് കാരണം there will be a tension T എന്ന് വിളിക്കും. ടി എന്ന് വിളിക്കും, ചിലപ്പോൾ ടോ എന്ന് വിളിക്കാറുണ്ട്. ടോ എന്ന് പറഞ്ഞ സിമ്പിൾ, അതായത് ടോ എന്ന് പറഞ്ഞ സിമ്പിൾ യൂസ് ചെയ്യാറുണ്ട്. ടോ നമുക്ക് യൂസ് ചെയ്യണ്ട, നമുക്ക് ടി യൂസ് ചെയ്യാം. ആൻഡ് ദിസ് ടെൻഷൻ ടി വിൽ ബി ആക്ടിങ് അപ്വേർഡ്സ് ഫ്രം ദ ബോഡി ടു ദ സപ്പോർട്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് മാസിൽ, അതായത് നമ്മുടെ സെന്റർ ഓഫ് മാസിൽ നിന്ന് സപ്പോർട്ടിലേക്കായിരിക്കും ഈ ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. നമ്മളുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ കുറെ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ പഴയ ഫ്രീ ബോഡി ഡയഗ്രാം കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ ഈ ജോമെട്രിക്കൽ ഫിഗറിൽ നിന്ന് നമുക്ക് അൺനോൺ ആയിട്ടുള്ള കുറെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, നോക്കൂ, ഈ പടത്തിന് ഞാൻ കുറച്ചും കൂടെ I'm drawing it as triangles. ഞാൻ ഈ സെക്ഷൻ, ഓക്കെ, ഞാൻ ഇതിനൊക്കെ ഓരോ പേര് കൊടുക്കാം. ഇതിന് ഒ പി, ഞാൻ ഒരു സെക്ഷൻ കൊണ്ട് നിർത്താം. ട്രയാങ്കിൾ എ ഒ സി നോക്കിക്കേ. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ആണ് എ ഒ സി. ട്രയാങ്കിൾ എ ഒ സിയില് ഇപ്പോൾ ലോഡിന്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ നമുക്ക് ലെങ്ത്തുകളാണ് ആവശ്യം. നോക്കൂ, ഇത് നമുക്ക് 3 meters ആണെന്ന് അറിയാം. ഓക്കെ, ഇത് നമുക്ക് 3 meters ആണെന്ന് അറിയാം. ലെറ്റ് മീ ടേക്ക് ദിസ് ലെങ്ത് ആസ് വൈ. ഞാനിത് വൈ എന്ന് എടുക്കുകയാണ്. വൈ, ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്ന പോലെ തന്നെ ഞാൻ പഠിപ്പിക്കുകയാണ്. വൈ എന്ന് എടുക്കുകയാണ്. ആൻഡ് നോക്കൂ, ഈ ഫിഗറിലേക്ക് വാ. ഈ ഫിഗറിൽ നോക്കൂ, ഈ ഫിഗറിൽ വി നോ ദിസ് ലെങ്ത്, അതായത് ഇത് തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് 4 meters ആണെന്ന് അറിയാം. ഇത്രയും ലെങ്ത് 4 meters ആണെന്ന് അറിയാം. ഓക്കെ, ഇത്രയും 4 ആണെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് പോയിന്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 8 meters ആണെന്ന് അറിയാമല്ലോ. അപ്പൊ ഇത്രയും 4 ആണെങ്കിൽ, അതായത് ഇത്രയും ഡിസ്റ്റൻസ് 4 ആണെങ്കിൽ എന്തായാലും ബാക്കി ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇത് തൊട്ട് ഇത് വരെയുള്ളത് പ്ലസ് ഇത് തൊട്ട് ഇത് വരെയുള്ളത്, അതായത് AO പ്ലസ് പി ബി എന്താണെന്ന് അറിയാം? 4 meters ആണെന്ന് അറിയാം, കാരണം നടുക്കുള്ള സെക്ഷൻ 4 meters ആണ്. ഓക്കെ, സോ ഇഫ് ഐ അസ്യൂം AO is equal to x ആണ് അസ്യൂം ചെയ്യണം. AO x ആണെങ്കിൽ നമുക്കറിയാം ബാക്കി AO അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. AO x പ്ലസ് പി ബി ഇസ് ഈക്വൽ ടു 4 meters. കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പൊ പി ബി എന്തായിരിക്കും? 4 minus x meters അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? x meters എന്ന് വിളിക്കാം. Therefore from the triangle എന്ത് എഴുതാം? പൈത്തഗോറസ് തിയറം. അതങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. പൈത്തഗോറസ് തിയറം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സോ 3 square is equal to root of x square plus y square. Sorry, 3 is equal to root of x square plus y square. Therefore 9 is equal to x square plus y square. Okay, നമുക്ക് ഇതിന് y square ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാം. 9 minus x square. This expression number 1. ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ നമുക്ക് അൺനോൺ ആയിട്ടുള്ള സൈഡുകൾ വേണ്ടിയാണ്, സൈഡുകൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമുക്കത് ആവശ്യമാണ്. ട്രയാങ്കിൾ PBD, കൺസിഡറിങ് ട്രയാങ്കിൾ PBD, ഇവിടെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാല് ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് 2 meters ആണെന്ന് അറിയാം. BPD, and we have an unknown Newton here. We don't need to consider that right now. And we know this length is y and this is 4 minus x. Okay, just substituting the expression here also. So 4 is equal to y square plus 4 minus x the whole square. Okay, അവിടെ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാക്കരുത്.
4 അല്ല 4 വരാം. അപ്പോൾ 4y സ്ക്വയറിന് അങ്ങനെ നിർത്തിയിട്ട് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഓക്കെ, y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ്പാൻഡ് ചെയ്ത് a മൈനസ് b ദ ഹോൾ സ്ക്വയർ 16 മൈനസ് എന്താണ് 8x പ്ലസ് സ്ക്വയർ അല്ലേ, 16 മൈനസ് 8x പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ബ്രാക്കറ്റ് കാണും, എന്തായാലും ബ്രാക്കറ്റ് കാണും, അല്ലെങ്കിൽ അവസാനം കൺഫ്യൂഷനാണ്, തെറ്റും. അപ്പം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? y സ്ക്വയർ is equal to 4 minus 16 plus 8x minus x square. Okay, so simplify that. Okay, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? y square is equal to minus 12 plus 8x minus x square. Okay, equation number 2. ഇവിടെ കൊണ്ട് നിർത്താം, നാളെ ഞാൻ ബാക്കി ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് എക്സ്പ്രഷൻ, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 നോക്കിക്കഴിഞ്ഞാൽ രണ്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് y സ്ക്വയർ ആണ്. അപ്പോൾ രണ്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് y സ്ക്വയർ എന്ന് വരുന്നതുകൊണ്ട് വി ക്യാൻ ഇക്വേറ്റ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എക്സ് കിട്ടും. എക്സ് കിട്ടുമ്പോൾ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡഡ് ആംഗിൾ ഉണ്ട്, ട്രയാംഗിളിനകത്ത് വരുന്ന ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ ഉണ്ട്. നമുക്കറിയാം ഈ ഫോഴ്സ്, അതായത് നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷനും റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെങ്കിലും ഒക്കെ നമുക്ക് സിഗ്മ എക്സും സിഗ്മ എഫ് വൈ ഒക്കെ വേണ്ടേ. അപ്പം ഈ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈക്കൊക്കെ നമുക്ക് ആംഗിൾസ് വരുന്നുണ്ട്. നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ എക്സും വൈയും ഒക്കെ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് സിഗ്മ എഫ് എക്സ് ആൻഡ് സിഗ്മ എഫ് വൈ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കളിയുണ്ട്, അതിനകത്തൊരു കളിയുണ്ട്. ആ കളിയാണ് നമുക്ക് ഇതിന്റെ മെയിൻ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതിന്റെ ബാക്കി.